നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 60,000 രൂപ കടന്ന പവൻ വില കുതിച്ചു കഴിഞ്ഞു. ആഗോള വിപണിയിലും വില കുത്തനെ കൂടുകയാണ്. ഇനിയും വില കൂടുമെന്നാണ് പ്രചാരണം. അമേരിക്കയിലെ ഭരണമാറ്റത്തെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് പൊടുന്നനെയുള്ള വില മുന്നേറ്റത്തിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ മാസം ഇതുവരെ 3000 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രമേണയുള്ള വർധനവ് ഇനിയും ഉണ്ടാകുമെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു പ്രധാന രാജ്യങ്ങളുമായി നികുതി പോര് തുടരുമെന്ന ആശങ്കയാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണം പവന് 60,200 രൂപയാണ് വില വരുന്നത്. 600 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 7,525 രൂപയിലും എത്തി. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 6,205 രൂപയിലെത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വില 99 രൂപ എന്ന ഗ്രാം നിരക്ക് തുടരുകയാണ്. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,749 ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 66,000 രൂപ വരെ ചിലവ് വന്നേക്കാം. പണിക്കൂലി, നികുതി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ചേരുമ്പോഴാണ് ഈ തുക വരുന്നത്. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 2% മുതൽ 4% വരെ കുറച്ചുള്ള വിലയും ലഭിക്കും. വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ പഴയ സ്വർണം വിൽക്കുന്നത് കൂടുതൽ വില കിട്ടാനും സഹായിക്കും. വാരത്തിന്റെ ആരംഭത്തിൽ പവന് 59,600 രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത്. ഈ വില ചൊവ്വാഴ്ചയും തുടരുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 31 പവൻ വില 59,640 രൂപ എന്ന റെക്കോർഡിൽ എത്തിയിരുന്നത്. രാജ്യാന്തര തലത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നതാണ് സ്വർണ്ണവില ഉയരുന്നതിൽ വഴിവെച്ചത്. ഡോളറിന്റെ ഉയർച്ചയും രൂപയുടെ തകർച്ചയുമാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരാൻ കാരണമാവുന്നത്. രാജ്യാന്തര തലത്തിലെ സംഘർഷങ്ങളും വില സ്വാധീനിക്കുന്നുണ്ട്. തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്നലെയും ഇന്നുമായി 720 രൂപയോളമാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. ജനുവരി 1 മുതൽ സ്വർണ്ണവില ഉയരുന്നുണ്ട്. ചെറിയ ഇടിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനുവരി 1 57,200 രൂപയായ സ്വർണ്ണവില 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 59,000 രൂപയിലേക്ക് എത്തി. ഇപ്പോൾ 3 ആഴ്ച പിന്നിടുമ്പോൾ 60,000 കടന്നിരിക്കുകയാണ്. ഇസ്രയേലും ഹമാസും ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഡോളർ വില കുത്തനെ ഉയർന്നതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ലോക വിപണി ആശങ്കയിലായിരുന്നു. ട്രംപിന്റെ നയങ്ങൾ സ്വർണത്തിന് വില കുതിക്കാൻ ഇടയാക്കുമെന്നാണ് കരുതിയിരുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ സ്വർണം ചാഞ്ചാട്ടം തുടരുകയായിരുന്നു. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറിച്ചേക്കുമെന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. ട്രംപ് വന്നാൽ ബിസിനസ് സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് ഒരു വിഭാഗം നിക്ഷേപകർ വിചാരിക്കുന്നത്. അതേസമയം മറ്റു രാജ്യങ്ങളുമായി താരിഫ് പോര് ശക്തമാക്കിയതിനാൽ വിപണിയിൽ ആശങ്ക ഉടലെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില വർധനവ് ഇതിന്റെ സൂചനയാകാം.